ഹായ് ഫ്രണ്ട്സ്, നമുക്ക് ബിരിയാണി എങ്ങനെ എളുപ്പത്തിൽ വളരെ പെട്ടെന്ന് തയ്യാറാക്കാമെന്ന് നോക്കാം. ഞാനിവിടെ ചിക്കൻ ബിരിയാണിയാണ് തയ്യാറാക്കുന്നത്. 1 കിലോ ചിക്കൻ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ 3 സവാള കനം കുറച്ചരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ 3 തക്കാളി ചെറുതായി അരിഞ്ഞത്. ഇനി ഇതിലേക്ക് പുതിനയിലയും മല്ലിയിലയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ കറിവേപ്പില, പിന്നെ ഇതിലേക്ക് ഞാൻ പച്ചമുളക് ചതച്ചത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. 5 പച്ചമുളക് ചതച്ചതാണ് ഞാനിവിടെ ചേർത്തത്. അതുപോലെ വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റാക്കി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇവയെല്ലാം ഒന്ന് കൈകൊണ്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി 1 കപ്പ് തൈര് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. 1 ചെറുനാരങ്ങയുടെ നീരും ഞാൻ ഇതിലേക്ക് ചേർക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ ഗരം മസാലപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ പെരുംജീരകപ്പൊടി, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 2 ടീസ്പൂൺ മല്ലിപ്പൊടി, ഇവ ചേർത്ത് നമുക്ക് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. 2 ടീസ്പൂൺ ഉപ്പ് ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുക്കാം. എന്നിട്ടൊന്ന് മിക്സ് ചെയ്ത ശേഷം പോട്ടിൽ ഇതുപോലെ ഒന്ന് സെറ്റ് ചെയ്ത് 30 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഇനി നമുക്ക് റൈസ് വേവിച്ചെടുക്കാം. അതിനൊരു പോട്ട് വെച്ച് ഞാൻ 6 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇത് ചൂടായ ശേഷം 1 സവാള കനം കുറഞ്ഞ് അരിഞ്ഞത് ചേർത്ത് ഒന്ന് മൂപ്പിച്ചെടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ കശുവണ്ടിപ്പരിപ്പ്, ഉണക്കമുന്തിരി ഇവ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് 1 മിനിറ്റിന് ശേഷം നമുക്ക് ഇതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം. 4 കപ്പ് വെള്ളമാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. 2 കപ്പ് അരിയാണ് ഞാൻ എടുത്തത്. അരി അളന്ന അതേ കപ്പിലാണ് ഈ വെള്ളം അളന്നെടുത്തത്. ഇനി ഇതിലേക്ക് 3 ഏലക്ക ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒന്ന് ചതച്ചിട്ടാണ് ഏലക്ക ചേർത്തത്. അതുപോലെ കറുവാമ്പട്ട, ബേ ലീഫ്, അതുപോലെ ഒരു ക്യാരറ്റ് ചെറിയ കഷ്ണങ്ങളാക്കിയതും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നമുക്ക് ഒന്ന് തിളക്കാൻ വെക്കാം. ഇനി അരി കഴുകി ഞാൻ ഡ്രൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. വെള്ളം നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ബിരിയാണി റൈസ് ഇട്ട് കൊടുക്കാം. ഇനിയൊന്ന് ഇളക്കിയ ശേഷം നമുക്കിത് മൂടി വെച്ച് വെള്ളം വറ്റിച്ചെടുക്കാം. വെള്ളം വറ്റി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് റൈസ് മസാലയിലേക്ക് ഇട്ട് കൊടുക്കാം. വേഗം തന്നെ ഇട്ട് കൊടുക്കണം. ഇതധികം വെന്ത് പോകരുത്. റൈസ് ഇട്ട് കൊടുത്ത ശേഷം ഞാൻ ഇതിലേക്ക് 4 ടേബിൾ സ്പൂൺ ഗീ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. 10 മിനിറ്റ് ഹൈ ഫ്ലെയിമിലും 15 മിനിറ്റ് ലോ ഫ്ലെയിമിലും വെച്ച് നമുക്കിത് വേവിച്ചെടുക്കാം. അരമണിക്കൂറിന് ശേഷം നമുക്ക് ഇത് സെർവ് ചെയ്യാം.
നിങ്ങളും ഇതുപോലെ തയ്യാറാക്കി നോക്കുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ കമൻസ് അറിയിക്കുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത്. അതുപോലെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.